കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ പരിശീലകൻ, ഒപ്പം തന്നെ ഒഡീഷ എഫ്സിയുടെ ഹെഡ് കോച്ച് TG പുരുഷോത്തമൻ ചേരുന്നു. സ്വാഗതം TG. ഓക്കെ, അതായത് TGP എങ്ങനെയാണ് ആരാധകർ വിളിക്കുന്നത്? ഒരു നമുക്കൊക്കെ സ്പെഷ്യലാണ്, കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യമായി ചെന്നൈയിൽ പോയി ഒരു വിജയം സമ്മാനിച്ച വിഖ്യാതനായ കോച്ച്. അതാണ് പുരുഷോത്തമൻ ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ട കാര്യം. ഒപ്പം തന്നെ ഒരു ഫുൾ സീസൺ കളിക്കുന്ന, അല്ലെങ്കിൽ ഫുൾ സീസണിൽ ഒരു ടീമിനെ നയിക്കുന്ന, അല്ലെങ്കിൽ തന്ത്രങ്ങളോകുന്ന ആദ്യത്തെ കേരള കോച്ച് എന്നുള്ള വലിയ പ്രത്യേകതയും TG പുരുഷോത്തമൻ ചേട്ടനുണ്ട്. അപ്പോൾ എന്തായാലും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ മത്സരത്തിനായിട്ട് ഒരു കട്ട വെയിറ്റിംഗ് ആണ്. രണ്ട് കിടിലൻ ടീമുകൾ, ലോക ചാമ്പ്യന്മാരായ അർജന്റീന, ഒപ്പം തന്നെ ഇംഗ്ലണ്ടും. വളരെ മനോഹരമായിട്ടുള്ള ഒരു ടാക്ടിക്കൽ ബാറ്റിൽ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ രണ്ട് എക്സലന്റ് കോച്ചസിന്റെ കീഴിലുള്ള രണ്ട് കാലിബറുള്ള കുറെ കളിക്കാരുടെ കൂട്ടം, നല്ലൊരു മാച്ച്, അതിഗംഭീരമായ ഒരു മാച്ച്, ഇന്ന് ഈ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നല്ല മാച്ചുകളുമായി മാറുന്ന വിശ്വാസം. ഒപ്പം തന്നെ രണ്ട് ടീമുകൾ, ഇതുവരെ തോൽവി അറിയാത്ത രണ്ട് സംഘങ്ങൾ. അതിൽ അർജന്റീനയ്ക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലോക ചാമ്പ്യന്മാരുടെ പ്രകടനമാണോ എന്നൊക്കെ ചോദിച്ചാൽ അതിനകത്ത് സംശയമുണ്ട്. പക്ഷേ നമ്മൾ ഇംഗ്ലണ്ടും അതുപോലെ തന്നെ കംബാക്കുകളുടെ ഒരു ടീമുകൾ എന്നും കൂടി പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒട്ടും വിട്ടുകൊടുക്കാത്ത അർജന്റീനയും മാസ് കംബാക്കുകളിലൂടെയാണ് ഇപ്പോൾ സെമി വരെ എത്തിയത്. അപ്പോൾ വിട്ടുകൊടുക്കാത്ത രണ്ട് ടീമുകളുടെ പോരാട്ടം എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതില് ഞാൻ ടാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടെ ഒരു ടീമിനെ അനലൈസ് ചെയ്യുമ്പോൾ ഇംഗ്ലണ്ട് എപ്പോഴും ഒരു സ്ട്രക്ചേർഡ് രീതിയിലാണ് അവരുടെ എല്ലാം, പ്രസിംഗ് ആയിക്കോട്ടെ, അവരുടെ ഡിഫെൻഡിങ് ആയിക്കോട്ടെ, എല്ലാം ഒരു സ്ട്രക്ചേർഡ് ഇതിലാണ്. നേരെ മറിച്ച് അർജന്റീന നോക്കുമ്പോൾ അവരുടെ അഡാപ്റ്റബിലിറ്റി ഉണ്ട്, അവർ എന്തിനേയും അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് എങ്ങനെയും എന്ത് കാര്യങ്ങളും തരണം ചെയ്യാനുള്ള ആർജവം അവർക്കുള്ളത് കൊണ്ട് എങ്ങനെയും കളിയെ മാറ്റിമറിക്കാനുള്ള കപ്പാസിറ്റി രണ്ട് ടീമുകൾക്കും ഉണ്ട്. അതില് എങ്ങനെയായിരിക്കും മിഡ്ഫീൽഡ് ജയിക്കുക, അതിനനുസരിച്ചായിരിക്കും ഇന്നത്തെ റിസൾട്ട് ഉണ്ടാവുക. മിഡ്ഫീൽഡിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇന്ന് പുലർച്ചെ നടന്ന ആ ഒന്നാം സെമി, അതിൽ നിർണായകമായത് മിഡ്ഫീൽഡാണ്. പ്രത്യേകിച്ച് റോഡ്രിയൊക്കെ തന്നെ കളിച്ച കളിയാണ് ഫ്രാൻസിനെ അങ്ങ് പുറത്തേക്ക് വഴിയൊരുക്കി കൊടുത്തത്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ ഇംഗ്ലണ്ടിന് ചെറിയൊരു അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് പറയേണ്ടി വരും, അതായത് ഡെക്ലാൻ റൈസ് എന്ന് പറയുന്ന താരം. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ ഡെക്ലാൻ റൈസ് കുറച്ചൊന്ന് നിറം മങ്ങി, അദ്ദേഹത്തിന് പിൻവലിപ്പിക്കേണ്ടി വന്നു, പരിക്കിന്റെ പ്രശ്നങ്ങളുണ്ട്. അർജന്റീനയുടെ ശരിക്കും പറഞ്ഞാൽ എൻസോ ഫെർണാണ്ടസും മെക്കലിസ്റ്ററും ഡീപോളും ഒക്കെ നോക്കുമ്പോൾ കടലാസിൽ നല്ല ആളുകളാണ്. പക്ഷെ അവരുടെ ഈ സീസണിലെ പ്രകടനം, അല്ലെങ്കിൽ ഈ ടൂർണമെന്റിലെ പ്രകടനം വളരെ മോശമാണ്. അപ്പോൾ മധ്യനിര അത് കാര്യങ്ങൾ തീരുമാനിക്കും എന്നുള്ളതാണ്. 100%. അതിലേക്ക് തന്നെയാണ് നമ്മൾ നോക്കിയിരിക്കണം. അതെന്താണ് ഒരു പുതിയ കാര്യങ്ങൾ ഇതിൽ വരുത്താൻ സാധിക്കുക എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അർജന്റീനയുടെ മിഡ്ഫീൽഡ് കുറെ കൂടി ക്രിയേറ്റീവ് ആണ്. അവർ കുറച്ചുകൂടി കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സിറ്റുവേഷൻസിന് അനുസരിച്ച് അവർ മാറിക്കൊണ്ടിരിക്കും. അവര് ചിലപ്പോൾ അവര് രണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡ് ചിലപ്പോൾ 1 ആവും, ചിലപ്പോൾ 3 ആവും, ചിലപ്പോൾ 4 ആയിട്ട് മാറിയിട്ടുണ്ടാവും. കോമ്പാക്ട് ആയിട്ടുള്ള സെന്റർ ഏരിയ കോമ്പാക്ട് ആയിട്ട് നിർത്തുന്നുണ്ടാവും. ഒരു നേരെ മറിച്ച് മെസ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതാണ് ഞാൻ ടുക്കലിനെ നോക്കുമ്പോൾ, ടുക്കൽ കോച്ചിന്റെ എബിലിറ്റി നോക്കുന്നത്. ആള് ഇന്റർവ്യൂ പറയേണ്ട, മെസ്സിനെ കുറെ കോച്ചസ് ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നും നടന്നിട്ടില്ല. പക്ഷെ ഈ പ്രാവശ്യം എന്ത് ചെയ്യണമെന്നൊക്കെ അറിയാന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ മെസ്സിക്ക് ചുറ്റുമുള്ള സ്പേസ് അതാണ് പ്രധാനപ്പെട്ടത്. മെസ്സി എപ്പോഴും ഒരു നടക്കുന്ന ആളായിട്ട് നമുക്ക് കാണാം. എവിടെ പോയാലും അവരാൾ വിത്തൗട്ട് ബോൾ അല്ലെങ്കിൽ നടക്കുന്നത്. പക്ഷെ അത് നടക്കുകയല്ല, ആള് മൊത്തം കളീനെ നോക്കി വിലയിരുത്തി എവിടെയാണ് പോരായ്മകളെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാളുടെ ചുറ്റുപാടുമുള്ള സ്പേസ് കൺട്രോൾ ചെയ്താൽ അയാളെ ലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അതായിരിക്കും ചിലപ്പോൾ ടുക്കില് ഇന്ന് എടുക്കാൻ പോണ ഒരു ടാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ അതായിരിക്കും തോന്നുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആ മെസ്സിക്ക് ഇൻ ബിറ്റ്വീൻ ലൈൻസിൽ ബോൾ കിട്ടാണ്ട് ഇരിക്കാനായിരിക്കും ടുക്കൽ നോക്കുക. പറഞ്ഞു തീർന്നേണ്ടത് ടുഷേലിനെ കുറിച്ചാണ്. രണ്ട് കിടിലൻ പരിശീലകർ മുഖാമുഖം വരുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. ലിയോണൽ സ്കലോണി, അദ്ദേഹം അർജന്റീനയ്ക്ക് എല്ലാം സമ്മാനിച്ച ഒരു കോച്ചാണ്. 2 കോപ്പ അമേരിക്ക, ലോകകപ്പ്, ഫിനാലിസിമ തുടങ്ങിയ കിരീടങ്ങൾ. ടുഷേലാവട്ടെ ചാമ്പ്യൻസ് ലീഗ് അടക്കം അടിച്ചിട്ടുള്ള വിഖ്യാതനായ പരിശീലകൻ. അദ്ദേഹം ഇംഗ്ലണ്ടിനെയും വളരെ രീതിയിൽ, അവിടെ പേരുകൾക്കല്ല ടീമിനാണ് പ്രാധാന്യം എന്ന തരത്തിൽ അദ്ദേഹം ഫിൽഫോർഡനെയൊക്കെ എടുത്ത് വെളിയിൽ കളയുന്നു, കോപ്പാമറെ എടുത്ത് കളയുന്നു. അങ്ങനെ 2 ടീമിന് പ്രാധാന്യം നൽകുന്ന ഒരു കിടിലൻ കോച്ച് ഒരു വശത്ത്. അപ്പോൾ 2 ടാക്ടീഷ്യൻ്റെ, മാസ്റ്റർ മൈൻഡ്സിൻ്റെ ഏറ്റുമുട്ടൽ കൂടിയായി വരുന്നു. ഒരു കോച്ച് എന്ന തരത്തിൽ താങ്കളോട് തന്നെയാണ് ഈ ചോദ്യം ചോദിക്കേണ്ടത്.
100%. അത് തന്നെയാണ് ഞങ്ങളെ പോലത്തെ കോച്ചസിന്റെ പ്രചോദനം. ഇവരുടെ കളി കാണലും അത് ഒബ്സർവ് ചെയ്യലും തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ബിക്കോസ് ടുക്കലിനെ ഒരുപാട് ചെൽസി തൊട്ട് നമ്മൾ ഫോളോ ചെയ്ത്, അതിന്റെ ഡോട്ട്മുണ്ട് കൊണ്ട് ഫോളോ ചെയ്തിട്ടുള്ള ആളാണ്. അത് ഒരുപാട് സ്ട്രക്ചർഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അയാൾ കളിക്ക് മുന്നേ ടീമിനെ ഡെവലപ്പ് ചെയ്യേണ്ട ആളാണ്. അത് ഗ്രൗണ്ടിൽ എന്താണോ പഠിപ്പിച്ചത് അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യും. പക്ഷെ സ്കോളനി അങ്ങനെയല്ല. സ്കോളനി സാഹചര്യത്തിനനുസരിച്ച് മാറ്റാനുള്ള അഡാപ്റ്റബിലിറ്റി അവർ ടീമിന് ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആളുടെ കയ്യിൽ ഒരു വേൾഡ് ക്ലാസ് അല്ലെങ്കിൽ നമ്മളെന്താ പറയാ ലോകത്തിലെ ഏറ്റവും നല്ല നൂറ്റാണ്ടിലെ പ്ലെയർ പോലത്തെ ഒരു മെസ്സിനെയും അല്ല കോപ്പുണ്ട്. ആ മെസ്സിക്ക് വേണ്ടി ടീമിന് വേണ്ടി മെസ്സിനെയും രൂപത്തിൽ അയാൾ വിജയിച്ചിട്ടുണ്ട്. ഒരുപാട് അയാളുടെ കാംനെസ് പോലെ തന്നെ അയാൾ ടീമും വളരെ കാമാണ്. അയാൾ ഏത് ടാക്ടിക്സിനെ അതിജീവിക്കാനുള്ള കപ്പാസിറ്റി അവളുടെ കയ്യിലുണ്ട്. ഇതാണ് ഇന്നത്തെ കളിയിൽ പ്രധാനപ്പെട്ട മുളച്ചു വരിക. പക്ഷെ ഇംഗ്ലണ്ട് ആ സ്ട്രക്ചർ വെച്ചിട്ട് ഇവരെ കടക്കുന്നതിനാണ് എനിക്ക് ചെറിയൊരു സൂചന. പക്ഷെ മെസ്സി ഒരു വലിയ. എന്തായാലും നന്ദി ടി ജി പുരുഷോത്തമൻ, നമുക്കൊപ്പം ഗോൾ കാനയിൽ ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.